മണികർണിക ഘട്ടിലെ കാഴ്ചകൾ കണ്ട് സമയം പോയതറിഞ്ഞില്ല. നേരം ഇരുട്ടി തുടങ്ങി. 7 മണിക്കാണ് ഗംഗാ ആരതി തുടങ്ങുന്നത്. ഗംഗാ ആരതി കാണാൻ അസി ഘട്ടിലോട്ട് ഞാൻ നടന്നു. ഒരുപാട് കൊച്ചു കുട്ടികൾ ഇവിടെ മഹാദേവന്റെ വേഷം കെട്ടി നിൽപ്പുണ്ട്. കൊച്ചുകുട്ടികളെ വേഷം കെട്ടി ഭിക്ഷ എടുപ്പിക്കാനും ജോലി ചെയ്യിപ്പിക്കാനായിട്ട് ഒരു മാഫിയ തന്നെ ഈ നാട്ടിലുണ്ട്. അതിലൊരു കുട്ടിയോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഗ്രാമത്തിലാണെന്നും 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, സാറടിച്ചത് കൊണ്ട് പഠിത്തം നിർത്തി ഇവിടെ വന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പക്ഷെ അത് അമ്മയല്ലായിരുന്നു. നമ്മളധികം സംസാരിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ ഇടയിൽ വന്ന് സംസാരം മുടക്കി. ഇതേപോലെ ഒരുപാട് കുട്ടികൾ ഇവിടെ വളരുന്നുണ്ട്. കാണുമ്പോൾ കുറച്ച് വിഷമമുണ്ടെങ്കിലും നമുക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇത് UP ആണ്. ഇവിടെ ഇങ്ങനെയാണ്. महाराज आपका नाम क्या है? किस्मत। हमारा नाम है किस्मत। और किधर रहता है? पढ़ाई हो गया? हाँ। कितने तक पढ़ाई? 30 तक हो गया और चल रहा है? हो गया? छुट्टी ले लिया। छुट्टी ले? क्यों? हम नहीं पढ़ेंगे अब। क्यों? सर जी हमें बहुत मारते हैं। सर जी मारते हैं। हाँ मारता है, हम समझ गया। और आपका साथ कौन कौन रहता है? सब रहते हैं, मम्मी पापा सब। किधर है? मम्मी पापा नहीं है, बस गाँव में। मम्मी पापा किधर है? गाँव। आप अकेले हैं अभी? हम हैं, हमारे बहन भाई हैं, सब परिवार है। किधर रहता है? बस मम्मी पापा। अभी आप अकेले इधर है? ये आंटी हमारे साथ है। हाँ ओके। തിരക്ക് കാരണം എനിക്ക് അസി ഘട്ടിലോട്ട് എത്താൻ സാധിച്ചില്ല. അവിടെയാണ് വലിയ ഗംഗാ ആരതി നടക്കുന്നത്. ഗംഗാ ആരതിയായിട്ട് ഈ ഒരു കാഴ്ച മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് വാരണാസിയിലെ വീഡിയോ തീരുന്നില്ല. നാളെ രാത്രി വരെ നിന്ന് വലിയ ഗംഗാ ആരതി കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയും വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം.